യു. കലോത്സവത്തിന്റെ 2ാം ദിവസം ഇന്നാണ് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഉദ്ഘാടനത്തിന്റെ സ്വാഗത ഗാനം പാടിയ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 പേരാണ് നമ്മുടെ കൂടെയുള്ളത്. പേരൊന്ന് പറയോ? അജിത, സുനില. നിങ്ങൾ എത്ര പേര് കൂടിയിട്ടായിരുന്നു ആ ഒരു സ്വാഗത ഗാനം? ഞങ്ങൾ ഏകദേശം 40 പേരോളം ഉണ്ടായിരുന്നു. ഈ 40 പേരും പാട്ട് പാടുന്ന ടീച്ചേഴ്സ് അങ്ങനെയാണോ? ഈ തൃശ്ശൂർ ജില്ലയിലെ കലാധ്യാപകരുടെ നേതൃത്വത്തിൽ AE ഓഫീസ്, DE ഓഫീസിലെ, പിന്നെ അതുപോലെ BRCയിലെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ സ്വാഗതഗാനം ആലപിച്ചത്. അതിൻ്റെ വരികൾ എഴുതിയത് മലപ്പുറം ജില്ലയിലെ രുദ്രൻ വാര്യത്ത് എന്ന് പറഞ്ഞൊരു കവിയാണ്. അതിന് സംഗീതം കൊടുത്തത് KKTM കൊടുങ്ങല്ലൂർ സ്കൂളിലെ റിട്ടയർഡ് സംഗീതാധ്യാപകനായ സുന്ദരമാഷാണ്. അതുപോലെ ഇതിനെല്ലാം ചേർത്ത് നിർത്തിയത് ഞാൻ എൻ്റെ ഒരു കോർഡിനേഷനിൽ ഇവരെല്ലാവരും ഒന്ന് ചേർത്ത് നിർത്തി. 3 വർഷമായിട്ട് ഞങ്ങളുടെ ഇതേ ടീം തന്നെയാണ് റവന്യൂ ജില്ലയിൽ സ്വാഗതഗാനം ആലപിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 3 പ്രാവശ്യമായി. അതിൽ ഈ തവണ വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ ഓരോ തവണയും നമുക്ക് പ്രാക്ടീസ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കയറുന്ന സമയം അതൊരു ഫ്രഷ് ആയിട്ടാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം കയറുന്ന സമയത്ത് എല്ലാം ഭംഗിയാവും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കോർഡിനേറ്റർക്ക്? ഇത്തവണയാണ് കുറച്ച് റിലാക്സ് ചെയ്ത് ഞങ്ങൾ പാടിയത്. കാരണം എല്ലാ പ്രാവശ്യവും കയറി നിൽക്കുമ്പോഴേക്കും അവർ ഗസ്റ്റ് വരുന്നു, പാടുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് 2 പ്രാവശ്യം പാടി നോക്കാൻ പറ്റി, റിലാക്സ് ചെയ്ത് പാടാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ യൂണിഫോമിലൊക്കെ തന്നെ ഞങ്ങൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു, നല്ല ബ്രൈറ്റായിട്ട് നന്നായിട്ടുണ്ട് യൂണിഫോം. ഇതിൻ്റെ സെലക്ഷനൊക്കെ ആരാ? അജിത ടീച്ചർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഞങ്ങൾ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് വന്നു. ക്ലാസ് ടൈം ഒന്നും കളയാതെ തന്നെ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മുടക്ക് കിട്ടിയല്ലോ, ആ ദിവസങ്ങളിൽ ഫുള്ള് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. സമയം ഒട്ടും കളയാതെ തന്നെയാണ് ഞങ്ങൾ ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്, നല്ല റിലാക്സ് ചെയ്ത് പാടിയതിൻ്റെയും ഒക്കെ കൂടെ ഒരു നല്ല റിസൾട്ട് ഉണ്ടായല്ലേ? സ്വാഗതഗാനം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയി, സന്തോഷമായി അല്ലേ? അതെ അതെ, സ്വാഗതഗാനം കഴിഞ്ഞ് എല്ലാവരും അഭിപ്രായം കേട്ടു, നന്നായി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് പോവാണ്. അതെ അതെ. പരിപാടികളൊക്കെ കാണാൻ നിന്നിരുന്നു?
ഉണ്ടായിരുന്നോ? പരിപാടികൾ നമ്മൾ എല്ലാ സ്റ്റേജിലും ഉണ്ടാവും. നമ്മളുടെ സാന്നിധ്യമുണ്ട്, കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എല്ലാം കണ്ട് വിലയിരുത്തിയതിന് ശേഷം പോകുള്ളൂ. എങ്ങനെയുണ്ട് കലോത്സവം പൊതുവെ ഒന്നിങ്ങനെ നോക്കി കാണുമ്പോൾ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? നന്നായിട്ട് പോകണം. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി അടുത്ത കൊല്ലം സ്വാഗതഗാനം പാടുമ്പോൾ കാണാം അല്ലേ? അതെ, അടുത്ത വർഷം കാണും.